നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ചേർത്തലയിലാണ് നമ്മൾ, ആലപ്പുഴ മണ്ഡലം. രതീഷേ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചേർത്തലക്കാരെ സംബന്ധിച്ച് എന്താ വിഷയം? പ്രളയമാണോ, വിശ്വാസമാണോ, കേന്ദ്രത്തിലെ ഭരണമാണോ, ഇവിടുത്തെ വികസനമാണോ? ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രധാനമായി പറയാനുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, വനിതാ സ്ഥാനാർത്ഥി. 35 വർഷമായിട്ട് രാഷ്ട്രീയ പൊതുരംഗത്ത് ഉണ്ടായിരുന്ന KSU യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ മേഖലയിലും AICCയുടെ ജനറൽ സെക്രട്ടറി വരെ ആയിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ നമ്മുടെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയിൽ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. വളരെ നല്ലൊരു വിജയം ഉണ്ടാവും. എന്താ പേരെന്താ? എൻ്റെ പേര് ഫിലോമിന പയസ്. എന്താ ഫിലോമിന ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വിഷയം? ജനങ്ങൾ എന്തിന് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമുക്കൊരു വനിതാ മതിൽ സംഘടിപ്പിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വനിതയെ തന്നെ ഇപ്പോൾ മെമ്പറായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വനിതയ്ക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. രണ്ടാമത് അക്രമ രാഷ്ട്രീയം ഇവിടെ തീർത്തും ഇല്ലാതാക്കണം. അതുപോലെ തന്നെ മോദിയുടെ ഭരണമാണെങ്കിൽ തന്നെ ഒരു മാംസം ഭക്ഷിക്കുന്നവർക്ക്, മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നവരെ തല്ലിക്കൊന്ന് ദൂരെ കളയുക എന്ന് പറയുന്നത് തെറ്റായ ഒരു നടപടിയാണ്. അതെല്ലാം മാറ്റി അതുപോലെ തന്നെ ജനങ്ങൾക്ക് ബന്ധു അല്ലെങ്കിൽ ഹർത്താൽ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം മാറിക്കൊണ്ട് നല്ലൊരു ഭരണം ഇവിടെ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, കോൺഗ്രസ് ഹർത്താൽ നടത്തിയിട്ടില്ലേ? ഹർത്താൽ നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് സമാധാനപരമായിട്ടുള്ള ഹർത്താൽ. കോൺഗ്രസിന്റെ ഹർത്താൽ സമാധാനപരമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ശ്രീമതി ഫിലോമിന പറയുന്നത്. ഈ ഘടകകക്ഷികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് CPM-ന്റെ ഈ സ്ഥാനാർത്ഥി നിർണയം എളുപ്പമായെന്ന് അങ്ങ് അല്പം മുമ്പ് പറഞ്ഞു. അങ്ങ് മൈക്ക് കേട്ടില്ല. ഈ ഘടകകക്ഷികൾ കൂടിപ്പോയതിന്റെ വിഷമം ഇപ്പൊ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. ഇല്ല, ഞങ്ങൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് പിന്നിലാണ്, പക്ഷേ വിജയത്തിൽ ഞങ്ങൾ അതിമുന്നിലുമായിരിക്കും. ഞങ്ങൾ PJ ജോസഫിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. അതെ, മനസ്സിലായി. PJ ജോസഫ് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അടുത്ത് പറയാൻ പോകുന്നത് KV തോമസ് മാഷായിരിക്കും. അത് അവിടെ തോമസ് എന്നെ പറയാൻ സമ്മതിക്കില്ല. അല്ല, എല്ലാം ഞങ്ങളിതെല്ലാം സ്റ്റഡിയാണ്, എല്ലാം കോംപ്ലിമെന്റ്സ് ആണ്. അറിയാം. ഒറ്റ ചോദ്യം, ആലപ്പുഴയിലെ ഇലക്ഷൻ അജണ്ട എന്തായിരിക്കും? ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ, അതാണ് അജണ്ട. അല്ല, ഷാനിമോൾ ഉസ്മാൻ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന്റെ അജണ്ട. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വിഷയം എന്താ? അതുപോലെ ഷാനിമോൾ ഉസ്മാൻ എന്തിനു വോട്ട്? ആലപ്പുഴ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1000 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ 28 കൊലപാതക രാഷ്ട്രീയം നടത്തി കേരളത്തിൽ പേരെടുത്ത സംഭവവും, അതുപോലെ തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് മനുഷ്യജീവന് കൊലപാതക രാഷ്ട്രീയം ആലപ്പുഴയിലെ വിഷയമാണ്. കന്നുകാലികളെ കൊല്ലുന്നെന്ന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന BJP ഗവൺമെന്റിന്റെയും തെറ്റായ നയങ്ങളും കൊലപാതക രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ 20 മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിന് ആവശ്യമായ നടപടിയാണ് ഞങ്ങളുടെ അജണ്ട. വേറെ അജണ്ടയൊന്നുമില്ല. അല്ല, ഈ കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് ഇടതുപക്ഷ പ്രതിനിധിയോടൊന്ന് ചോദിക്കാം. എന്തായാലും കൊലപാതക രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നു, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഉയർത്തുന്നു. 2 സർക്കാരുകൾക്കും എതിരായ വിധിയെഴുത്തായിരിക്കണം ഇത് എന്ന് അവരുടെ പ്രതീക്ഷ. ഈ കൊലപാതക രാഷ്ട്രീയമാണല്ലോ എവിടെ ചെന്നാലും CPM-നും ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നത്. ഈ കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ തുടങ്ങി വെച്ചത് അതിന്റെ തുടക്കക്കാർ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിന്റെ സമുന്നതനായ ആദ്യകാല നേതാവിനെ തന്നെ കൊന്നാണ് അവർ കൊലപാതക രാഷ്ട്രീയം തുടങ്ങി വെച്ചത്. ചീമേനി അടക്കമുള്ള സംഭവങ്ങൾ, കോൺഗ്രസ് നടത്തിയ കൂട്ടക്കൊലപാതകങ്ങൾ ഒക്കെ നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഈ കൊല്ലത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകം തന്നെ കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ കൊലപാതകത്തിൽ കോൺഗ്രസിന്റെ പങ്ക് എന്താണെന്നുള്ളത് ജനമധ്യത്തിൽ വളരെ നല്ല രീതിയിൽ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളൊന്നും ഇടതുപക്ഷത്തിന്റെ ഈ വിജയത്തെ ബാധിക്കില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മൾ കണ്ട് രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ടൊരു എവിടെയും കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന സ്വാഭാവികമായ പ്രതികരണം അല്ലെങ്കിൽ മറുപടി ഞങ്ങളെയാണ് കൂടുതൽ കൊന്നത്, അവരാണ്. വരാം, ഞാൻ അങ്ങോട്ട് വരും. അതായത് എണ്ണം പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൾക്കാർ കൂടുതൽ മരിച്ചു, നിങ്ങളുടെ ആൾക്കാർ കൂടുതൽ കൊന്നു എന്ന് പറയുന്ന ഒരു ന്യായമാണ് അങ്ങ് വ്യക്തിപരമായിട്ട് കൊലപാതക രാഷ്ട്രീയത്തിന് അനുകൂലമാണോ?
കൊലപാതക രാഷ്ട്രീയത്തിന് ഇടതുപക്ഷം ഒരു കാലത്തും അംഗീകാരം നൽകിയിട്ടില്ല. എല്ലാ കാലത്തും കൊലപാതക രാഷ്ട്രീയത്തിന് എതിരെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ശരി, അക്കാര്യം വ്യക്തമാണ്. ഓക്കെ, എന്താണ് ആവേശത്തിലായിരുന്നു? അല്ല, ആവേശത്തിലെന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് പിന്നെ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരാണെന്ന് പറയുന്നു. നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങള് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ്. TP ചന്ദ്രശേഖരൻ, ആ ഒരു ചെറുപ്പക്കാരൻ എന്ത് തെറ്റാ ചെയ്തത്? അദ്ദേഹത്തിന് 51 വെട്ടുവെട്ടി കൊന്നത് ഇവിടുത്തെ CPM ആണ്. അവിടെ P. ജയരാജൻ അടക്കം, പിണറായി വിജയൻ അടക്കം, കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അന്ന് പറഞ്ഞത് ഈ കൊലപാതകത്തിൽ പാർട്ടിക്ക് ഇതിനെല്ലാം ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയാണ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത്. പങ്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഇതിനെല്ലാം ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്നതല്ല, TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതു മുന്നണി അധികാരത്തിൽ വന്നത്. അന്നത്തെ സാഹചര്യം വേറെയാണ്. അപ്പൊ നമ്മൾ സ്വയം തോൽപ്പിച്ചതാണോ? അല്ലല്ല, പിന്നെ അതല്ല. അതായത് ഇവിടെ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് BJP-ക്കാര് പറഞ്ഞു KC വേണുഗോപാലിന്റെ 10 വർഷത്തെ MP എന്നുള്ള വികസന മുരടിപ്പുണ്ടായിരുന്നു പറഞ്ഞു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യം മുരടിപ്പിച്ച കാര്യം പറയുന്നില്ല അവര്. BJP സർക്കാരിന്റെ 5 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് രാജ്യത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് കാളവണ്ടി യുഗത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. നോട്ട് നിരോധനം അതെല്ലാം കോൺഗ്രസ് കൊണ്ടുവന്നല്ലേ? ഇതെല്ലാം കോൺഗ്രസ് കൊണ്ടുവന്നല്ലേ? രാജീവ് ഗാന്ധി കൊണ്ടുവന്നല്ലേ? കമ്പ്യൂട്ടർ യുഗം തുടങ്ങി വെച്ച ആലപ്പുഴ പാർലമെന്റ് കോൺഗ്രസ് അനുകൂലമാണ്. ചെറിയ പാർട്ടിയൊന്നും അല്ല ഇവിടെ സ്ഥാനാർത്ഥി. അതല്ല, ആലപ്പുഴ പാർലമെന്റ് കോൺഗ്രസ് അനുകൂലമാണ്. കോൺഗ്രസ് ആലപ്പുഴ പാർലമെന്റിന് ആദ്യം ആഞ്ചലോസിനെ നിർത്തിയിട്ട് സഹതാപ തരംഗം ഓലക്കുടിലെ പടവും കാണിച്ച് സഹതാപ തരംഗം വെച്ചിട്ടാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ആ ആഞ്ചലോസ് വീണ്ടും അടുത്ത പ്രാവശ്യം BMC-നെ തോപ്പിച്ചത് അവരെ തോപ്പിച്ചതാണ്. നേരെ മാർക്സിസ്റ്റ് പാർട്ടി ഫൈറ്റ് ചെയ്തപ്പോഴൊക്കെ LDF ഫൈറ്റ് ചെയ്തപ്പോഴൊക്കെ കോൺഗ്രസ് മാത്രം ജയിച്ചിട്ടുള്ള തികച്ച രാഷ്ട്രീയ മണ്ഡലമാണ് ആലപ്പുഴ. ഒരു സംശയക്കാര്യത്തിന് വേണ്ട. ഇടതുപക്ഷങ്ങൾ പറഞ്ഞതുപോലെ 1 ലക്ഷം വോട്ടിന് പുരുഷ ജയിച്ചെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് എന്തെങ്കിലും കൃത്രിമം കാണിച്ചില്ലെങ്കിൽ 1 ലക്ഷം വോട്ടിന് UDF സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. അല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമമുണ്ടോ? BJP കാണിച്ചിട്ടുണ്ട്, ചർച്ചയുണ്ടല്ലോ. BJP പത്രവാർത്തയുണ്ട്, ചർച്ചയുണ്ട്. ഒറ്റ ചോദ്യം. ഒരു മിനിറ്റ് എന്താണ്? ഇതാണ് ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെന്ന്. അതായത് രാഹുൽ ഗാന്ധി AICC പ്രസിഡന്റായി 1 വർഷം തികഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ കൊടുത്ത സമ്മാനമാണ് 3 പ്രധാന സംസ്ഥാനങ്ങളിലെ വിജയം. അവിടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് വരുത്തിയെന്നും അല്ല, അതെങ്ങനെ ശരിയാവുന്നത്? BJP ജയിച്ചെടുത്തൊക്കെ കൊലപ്പെടുത്തിയതിന് അനുബന്ധ പത്രവാർത്തകൾ വിശുദ്ധ പത്രവാർത്തകൾ അതിന് മുമ്പത്തെ ഇലക്ഷനോ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് വരുത്തുന്നതാണ് റിപ്പോർട്ട്. ഒന്ന് ചോദിച്ചോട്ടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം അല്ലെങ്കിൽ തിരിമറി നടത്തണമെങ്കിൽ ഭരണം അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷി അല്ലെങ്കിൽ ആ സംവിധാനം ഉപയോഗിക്കണമല്ലോ. വേണോ വേണ്ടേ? വേണം. 2014 കോൺഗ്രസിന്റെ സർക്കാരിന്റെ കീഴിലല്ലേ ഇലക്ഷൻ നടന്നത്? ഇത് തിരിച്ചടിക്കും. 2 നിലമുറിച്ചുള്ള അതല്ല, പത്രവാർത്തകള് മാധ്യമങ്ങള് ഒരു മാധ്യമ പ്രവർത്തനം പേടിച്ചിട്ട് അമേരിക്ക പോയാണ് വാർത്ത കൊടുത്തത്. അയാൾക്കെതിരായിട്ട് നടപടി എടുത്തില്ല. തെറ്റാണെങ്കിൽ നടപടി എടുത്തില്ല. ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തില്ല. ഗോപിനാഥ് മുണ്ടേ എന്ന BJP-യുടെ നേതാവ് കൊല്ലപ്പെട്ടത് വരെ ഈ സംഭവം അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ്. BJP പ്രതികരിക്കട്ടെ. ഈ നിങ്ങളിങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയും ഇവർക്ക് കേവലം ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, CBI വിശ്വാസമില്ല, CAG വിശ്വാസമില്ല, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങളെ ഒന്നും ഇവർക്ക് വിശ്വാസമില്ല. അവർ ജയിക്കുമ്പോൾ അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസവും അവർ തോൽക്കുമ്പോൾ വിശ്വാസം. ഇത് പരമ്പരാഗതമായിട്ട് ഇവർ പറയുന്ന ആരോപണങ്ങൾ, അതിൽ വ്യത്യസ്തമായിട്ടൊന്നും ഇദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഇവരൊന്നറിയണം, ആലപ്പുഴ കുറെ നാളായിട്ട് ഈ വർഗീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാണ്. മനോജ് കുരിശിങ്കൽ ഇവിടുത്തെ ഇലക്ഷൻ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം പറഞ്ഞു. ഏത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ഏത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, ഏത് ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ഇപ്പോൾ ഷാനിമാൽ ഉസ്മാനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ആരിഫ് ദേശീയ നേതാവാണ്, AICC ജനറൽ സെക്രട്ടറിയാണ്, 5 ഭാഷ അറിയാം, ദേശീയ നേതാവാണ്. വിഷത്തെ വിഷം കൊണ്ടെടുക്കുക, ഇതാണ് ഒറ്റവാക്കിൽ പറഞ്ഞത്.
വിഷത്തിന് വിഷം കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് വ്യത്യസ്തമായ ഇവർ ഈ പ്രവാചകന്മാരെ പോലെ പ്രസംഗിക്കുകയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം ഉണ്ടല്ലോ, പിശാചിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരുടെ കൊലപാതക രാഷ്ട്രീയത്തിന് ഇവർ വലിയ മതേതരത്വമൊക്കെ പറയുന്നു. പിന്നെ ഇത് ഭാരതീയ ജനതാ പാർട്ടി നല്ല സർക്കാരാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആള് അതിന് വ്യത്യസ്തമായി പറയണ്ട. ബ്ലോക്ക് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി മോഡി ഗവൺമെന്റ് പറയുന്നു. സാറിന് സമയം തരാം, എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം. അപ്പൊ എന്തായാലും ആരിഫ് ആയതുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ വന്നതെന്ന് നമ്മൾ ഡൽഹിയിലേക്ക് നടക്കുന്ന ഇലക്ഷനാണ്. അല്ല, ഞാൻ ചോദിച്ചത് ആരിഫ് ആയതുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവന്നെന്നാണോ BJP വിശ്വസിക്കുന്നത്? ഞാൻ പൂർത്തീകരിക്കട്ടെ, ഒറ്റ വാക്കിൽ ഞാൻ പറയാം. കോൺഗ്രസ്സുകാരൻ ഒരിക്കലും പറയുകയില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ മോഡി സർക്കാരിന്റെ ഭരണം നല്ലതായിരുന്നു എന്ന്. CPM-ന്റെ ഭാഗത്തുനിന്നും അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. CPM-ന്റെ പ്രതിനിധി ഞങ്ങൾ ഒരിക്കലും മോഡി സർക്കാരിന്റെ ഭരണം മോശമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര ഏജൻസികൾ നിരവധി സർവേകൾ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം ഈ രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് പോവുകയാണെന്നും ഈ സർക്കാർ തന്നെയാണ് വീണ്ടും തുടരാൻ പോകുന്നത് എന്ന് ഏതെങ്കിലും ഒരു സർവേ ഇവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞോ? ഇവർ ഈ രാജ്യത്തെ പഴയ വർഷം കൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്ത് എന്ത് സാമ്പത്തിക വികസന മുന്നേറ്റം കൊണ്ടുവന്നിരിക്കുന്നത്? രാജ്യാന്തര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ സർവേയാണ് ഈ പറയുന്നത്. രാജ്യാന്തര മാധ്യമങ്ങളുടെ സർവേ നടത്തുവാൻ ഈ രാജ്യം ഭരിച്ചത് കൂടുതലും കോൺഗ്രസ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് കരിങ്കുടി കാണിച്ച ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അല്ലല്ല, ഈ കേന്ദ്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന BJP എങ്ങനെ പുള്ളിക്കാരൻ നേരെ വിദേശത്തേക്ക് പോകുമായിരുന്നു. ആണോ? അപ്പൊ ഈ രാജ്യത്തെ ബാങ്കിന്റെ മുമ്പില് 20 മുതലാളിമാർക്ക് വേണ്ടി 5 വർഷക്കാലം ഭരിച്ച ഒരു നേതാവ്. 20 മുതലാളിമാർക്ക് മറുപടി. കേവലം ഇത് ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇത് ജനാധിപത്യവും കുടുംബാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. കേരളത്തില് ഒരു രാജഭരണം പോലെ രാജഭരണത്തിന് സമാനമായ ഇതാണ് അവരുടെ അസഹിഷ്ണുതയാണ്, ഇതാണ് അവരുടെ ഈ രാജഭരണത്തിന് സമാനമായി ഒരു ഈ എത്രയോ മഹത്തായ ധീര വിപ്ലവകാരികളെ ജന്മം നൽകിയ ഈ മണ്ണിൽ അവരെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ അധികാരം ഒരു കുടുംബത്തിന്റെ കുടക്കീഴിലേക്ക് കൊണ്ടുപോയി പരമ്പരാഗതമായി 6 പതിറ്റാണ്ടി നാടിനെ കൊള്ളയടിച്ച ഒരു കുടുംബവാഴ്ചക്കെതിരെ ഒരു ഉയർന്നു വരുന്ന ഏതൊരു സാധാരണക്കാരനും അമേരിക്കയിലെ പോലെ ഏതൊരു മരം വെട്ടുകാരന്റെയും മകൻ അവിടുത്തെ പ്രസിഡന്റ് ആകാമെന്ന് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്. ആ സ്വപ്നം കാണാനുള്ള അവരുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എനിക്ക് പറയേണ്ടത് കുടുംബകാഴ്ച പറയണ്ടായി. ഈ കുടുംബം എന്നറിയാമോ? ധീരരക്തസാക്ഷി ഇന്ദിരാഗാന്ധിയുടെ കുടുംബമാണിത്. അതുപോലെ ധീരനായ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി രാജീവ് ഗാന്ധി കുടുംബമാണിത്. ആ കുടുംബത്തിനാണ് തള്ളി പറയുന്നത്. മനസ്സിലായോ? ഇവരുടെ ആരും തന്നെ ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്ത് നമുക്ക് കേട്ടിട്ടില്ല. അപ്പോൾ ധീരന്മാരും അമരന്മാരുമായ രക്തസാക്ഷികൾ കുടുംബത്തെ പറ്റി അധിക്ഷേപിക്കുന്നത് ഇന്ത്യ മറക്കില്ല, ഇന്ത്യ പൊറുക്കില്ല. ഈ നടക്കുന്നത് ഇന്ത്യ ഒരു ചോദ്യം ഇതാണ്. ഇന്ത്യ ആയിരിക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരണം, കേരളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരണം. ഇവിടെ CPM-ഉം ഐക്യജനാധിപത്യ മുന്നണി അല്ലെ ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ വൻ മത്സരമാണ്. കേന്ദ്രത്തിൽ ചെന്നാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോവാ? തീർച്ചയായും ഈ വരുന്ന 2019 നടക്കുന്ന ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഒരു റോള് ആ പാർലമെന്റിൽ ഉണ്ടാവും. ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത ഒരു ഭരണം എന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പറയൂ, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങി ദേശീയ രാഷ്ട്രീയം വരെ ചർച്ചയായി. എന്തായിരിക്കും ഇവിടുത്തെ വിധി? എന്തിനു വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യണം? എന്തിനു വേണ്ടി ഷാനിമോൾ ഉസ്മാൻ വോട്ട് ചെയ്യണം? ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്നത് ഇവിടെ നവോത്ഥാനം പറയുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു വനിതാ പ്രതിനിധിയെ ഞങ്ങൾക്ക് കിട്ടിയൊക്കെയുള്ളൂ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഓടിയെത്താനും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു വനിതാ പ്രതിനിധി വേണം. വെറുതെ നവോത്ഥാനം പറഞ്ഞ് ആൾക്കാരെ വിളിച്ച് സ്ത്രീകളെ വിളിച്ച് നവോത്ഥാനം പറയാൻ ഉണ്ടെന്ന് പറഞ്ഞ് റോഡിൽ നിർത്തി കാണിക്കുന്നവരല്ല. എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തില് ശക്തരായ വനിതകളെ കൂടി കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമാണ്. BJP-യുടെ ആക്ഷേപമൊക്കെ കേട്ടുള്ളത് ജനാധിപത്യവും കുടുംബാധിപത്യവും തമ്മിലുള്ള മത്സരമാണ്. ആ തെരഞ്ഞെടുപ്പാണ് 60 വർഷമായിട്ട് മിക്കവാറും ഒക്കെ ഭരിച്ചത് ഒരു കുടുംബത്തിൽ നിന്നുള്ളവർ വീണ്ടും ആ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ വരുന്നു. അതിനെതിരായ വിധിയെഴുത്തായിരിക്കും എന്നാണ് BJP പറയുന്നത്. അത് BJP-യുടെ മാത്രം ഒരു ആർഗ്യുമെന്റാണ്. ഈ രാജ്യം ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രം കിട്ടുമ്പോൾ ഒരു മുട്ടുസൂചി പോലും സ്വന്തമായി ഉണ്ടാക്കുവാൻ സാധ്യമല്ലായിരുന്ന രാജ്യത്ത് ഇന്നീ കാണുന്ന മുഴുവൻ വികസനവും ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം ഈ രാജ്യം ഭരിച്ചതിന്റെ പേരിൽ തന്നെയാണ്. അല്ലാതെ 5 വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെന്ന് പറയുന്ന BJP ഭരിച്ചതുകൊണ്ട് ഈ രാജ്യത്ത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 2 MP-മാരായിരുന്നു BJPക്ക്. ആ BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം, മുന്നണിക്ക് വൻ ഭൂരിപക്ഷം. ആ അവസ്ഥയിലേക്ക് വളർന്നത് എന്തുകൊണ്ട്? UPA സർക്കാരിനെതിരായ അഴിമതി ആരോപണം ഉന്നയിച്ച് രാജ്യമെമ്പാടും നടത്തിയ പ്രസംഗവും ജനങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ടല്ലേ ആ അവസ്ഥ ഉണ്ടാക്കിയത് കോൺഗ്രസ് UPA അല്ലേ? ഈ രാജ്യത്ത് AK ഗോപാലൻ എന്ന് പറയുന്ന മൺമറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് AK ഗോപാലൻ ഈ രാജ്യത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇന്ന് ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ആ പാർട്ടി ഇന്ന് ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിൽ നിന്ന് പോയി. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒരു പരിധിവരെ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. പക്ഷേ കോൺഗ്രസ് എന്നെല്ലാം ഭരണത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഭരണത്തിൽ നിന്ന് എന്തെല്ലാം മാറി നിന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ രാജ്യത്ത് ഭരണ അരാജകത്വവും രാജ്യത്തിന്റെ അഖണ്ഡതയും ഒക്കെ തകർന്നു പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഭരണമാറ്റം വേണ്ടത്? ഇനി സമയം ഒട്ടുമില്ല, അക്കമിട്ട് പറയണം എന്തുകൊണ്ട് ഭരണം മാറണം. നിങ്ങൾ ഭരണമാറ്റമാണല്ലോ ആവശ്യപ്പെട്ടത്. അതെ, എന്തിനു മാറണം? ഈ രാജ്യത്ത് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഈ സാമുദായിക സൗഹൃദം തകർക്കുന്ന തരത്തിലേക്ക് വികസന മുരടിപ്പ്, ഈ രാജ്യത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് ജനാധിപത്യം നിലനിൽക്കുവാൻ അതിനെല്ലാം വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുവാൻ റിസർവ് ബാങ്ക്, CAG ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതി 4 ജഡ്ജിമാർ പറയുന്നത്. സുപ്രീം കോടതി രാഷ്ട്രീയവൽക്കരിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞതാണ്. 2 ഇവിടെ പറഞ്ഞു BJP-ക്കാര് പറഞ്ഞു നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞു. നെഹ്റു കുടുംബത്തിന് നരസിംഹറാവു 5 വർഷം പ്രധാനമന്ത്രിയായിരുന്നു, മൻമോഹൻ സിംഗ് 10 വർഷം പ്രധാനമന്ത്രിയായിരുന്നു. ഇവരൊന്നും നെഹ്റു കുടുംബത്തിൽപ്പെട്ടതല്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദളിതനെ പ്രസിഡന്റ് ആക്കിയത് കോൺഗ്രസ് ആണ്. ഇന്ത്യയിൽ വനിതയെ സ്പീക്കർ ആക്കിയത് കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രപതിയാക്കി കോൺഗ്രസ് ആണ്. ഈ രാജ്യത്ത് സ്വസ്ഥമായിട്ട് 3 യുദ്ധം ജയിച്ചതും കോൺഗ്രസ് ആണ്. നവോത്ഥാനം പറയുന്നവരല്ല, പ്രവർത്തിക്കുന്നവരാണ് കോൺഗ്രസ്. ശരി, ഞാൻ തിരിച്ചു വരാം. ആരോപണത്തിന്റെ വലിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നത്, NDA അധികാരത്തിൽ വന്നത് UPA-ക്കെതിരായ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രചാരണം കൊണ്ടാണ്. ഇന്ന് അതേ ആയുധങ്ങളല്ലേ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. ഒരിക്കലുമല്ല. കോൺഗ്രസിന്റെ ഒരു വികാരം ഈ കരയ്ക്ക് വീണ മത്സ്യത്തിന്റെ വികാരമാണ്. അന്ന് അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് കരയ്ക്ക് വീണ മത്സ്യത്തെ പോലെയാണ്. അവർക്ക് അവരുടെ 2G 3G ആദർശ് റഫാൽ ആ കാലഘട്ടത്തേക്ക് തിരിച്ചു പോകണം, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന് ഈ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നമുക്കൊരു ശക്തനായ നേതാവ്, ഒരു ശക്തമായ രാഷ്ട്രം, ശക്തമായ സാമ്പത്തിക അടിത്തറ ഉള്ള ഒരു ഭരണ അധികാരി ജനങ്ങളെ അംഗീകരിക്കുന്നതാണ് സർവേകൾ തെളിയിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാർ വരെ ഈ രാജ്യത്തിലെ നീതിന്യായ സംവിധാനം അപകടത്തിലാണ് എന്ന് പറയുന്നു. ഞാൻ വരാം. അതിന് ഒരു മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞത് കൊളീജിയം സിസ്റ്റത്തെയാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഈ പറയുന്ന ആക്ഷേപത്തിൽ കാര്യമില്ല. അത് അദ്ദേഹം അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ കൊളീജിയം സിസ്റ്റം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ ഭരണഘടനയിൽ കൊളീജിയം സിസ്റ്റം ആദ്യമായിട്ടല്ലേ സുപ്രീം കോടതി ജഡ്ജിമാർ ഇത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. വേണമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഈ നമ്മുടെ സുപ്രീം കോടതിയിൽ നാളിതുവരെ സുപ്രീം കോടതി ജഡ്ജിമാരായിരുന്നിട്ടുള്ളത് അവരുടെ മക്കൾ, അവരുടെ ജൂനിയേഴ്സ്, അങ്ങനെ ഒരു ഈ കുടുംബാധിപത്യം പോലെ പാരമ്പര്യമായിട്ട് സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാരെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കൊളീജിയം സിസ്റ്റം ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ആ കൊളീജിയം സിസ്റ്റം നിലനിർത്തുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. അതിനെതിരെ ശക്തമായിട്ട് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പൊളിച്ചെഴുത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോഴാണ് അവരുടെ ഞാൻ കർഷകരുടെ കാര്യമാണ് പറഞ്ഞത്. കർഷകരെ അറിയാത്ത ഒരു ഭരണമാണ് ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും നടക്കുന്നത്. രണ്ടിനും മാറ്റം വേണം. ഇവിടെ ഒരു ലോട്ടറി വിൽപ്പിക്കുന്ന ചേട്ടൻ, എന്താ ചേട്ടന്റെ പേര്? അപ്പൊ എന്താണ് ചേട്ടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം തെരഞ്ഞെടുപ്പിൽ? കോൺഗ്രസ് ഭൂരിപക്ഷം ചെയ്തോന്നാണ് എന്റെ ആഗ്രഹം. കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെ
ബുദ്ധിമുട്ടില്ലാത്ത ശരി. രീതിയിലായിരുന്നു. കർഷകരുടെ വിഷമം, കർഷകരുടെ ശബ്ദം കേൾക്കാത്ത ഭരണമാണ് കേന്ദ്രത്തിലും കേരളത്തിലും എന്നാണ് വനിതാ നേതാവ് ആക്ഷേപിച്ചത്. തികച്ചും തെറ്റായ ആരോപണമാണ്. അവർ ഉദ്ദേശിച്ചത് അവർ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. അവർ ഉദ്ദേശിച്ചത് കേന്ദ്രത്തിലെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അത് തീർച്ചയായും ശരിയായ വസ്തുത തന്നെയാണ്. കാരണം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ചുകൾ നടന്നു. ആ ലോങ് മാർച്ചുകളുടെയൊക്കെ അതിന്റെയൊക്കെ ബലമാണ് ഇപ്പോൾ അവിടെ BJPയുടെ തകർച്ചയിലേക്ക് നയിച്ച ആ കാരണങ്ങൾ. ഒറ്റ ചോദ്യം കൂടി, ആരിഫിന് എന്തിന് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യണം? ആരിഫിന് അരൂരത്തെ വികസനം മാത്രം കണ്ട ജനം വോട്ട് ചെയ്യും, ആലപ്പുഴക്കാർ വോട്ട് ചെയ്യും. വികസനത്തിന് വേണ്ടിയാണ് ആരിഫ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ആരിഫ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. അഴിമതിയില്ലാത്ത ഒരു ഭരണം കേന്ദ്രത്തിൽ അധികാരത്തിലേറാൻ വേണ്ടിയാണ് ആരിഫ് ഇവിടെ വോട്ട്. ഓക്കെ എന്താണ് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്ന കേരള സർക്കാർ, അതായത് സുപ്രീം കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉടനെ നടപ്പാക്കും എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ശബരിമല വിഷയം വരെ പോലുള്ള കാര്യങ്ങൾക്ക് നടപ്പാക്കുന്ന എത്ര സുപ്രീം കോടതി ഉത്തരവ് കേരള സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്? നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള അല്ലാതെ ഒരാളെ AICC പ്രസിഡന്റ് ആയിട്ട് 5 വർഷം തയ്ക്കാൻ കോൺഗ്രസ് സമ്മതിച്ചിട്ടുണ്ടോ? 15 വർഷം പ്രധാനമന്ത്രിയാക്കിയെന്ന് പറഞ്ഞു. സീതാറാം കേസരിയെ ടോയ്ലറ്റിനുള്ളിൽ കൂട്ടിയിട്ടിട്ട് സോണിയാഗാന്ധി പ്രസിഡന്റ് ആയെന്ന് ഓർക്കണം. ആ ജനാധിപത്യം കേരളത്തിന് പുറത്ത് LDF UDF ഒരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുകയാണല്ലോ. കേരളത്തിൽ മാത്രം എന്തെങ്കിലും തമ്മിൽ തല്ലുന്നത് ഒരു അവിടെ ഇവിടെ ഒരുമിച്ച് നിന്നാൽ പോരെ? കേരളത്തിന് പുറത്ത് മുഴുവൻ LDF UDF ഒറ്റ കക്ഷിയായി മത്സരിക്കുകയാണ്. കേരളത്തിൽ അതുപോലെ ഇവർക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് മത്സരിച്ചുകൂടാ? അതിന് മറുപടി പറയണം. അല്ല, ഈ കേരളത്തിലല്ലേ ഉള്ളു തമ്മിലടി, അവിടെ ചെന്ന് ഒന്നിച്ചിരിക്കാൻ പോവല്ലേ? അവസാനത്തെ ചോദ്യം, ഷാനിമോൾ ഉസ്മാൻ എന്തിന് വോട്ട് ചെയ്യണം? ഷാനിമോൾ ഉസ്മാനെ എന്തിന് ആലപ്പുഴയിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം? ജനാധിപത്യ മതേതര ഗവൺമെന്റ് ഉണ്ടാകാൻ അത് അവിടെ ചോദിച്ചു. ഇന്ത്യയിൽ ജനാധിപത്യ മതേതര ഗവൺമെന്റ് ഉണ്ടാകുവാൻ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വികസനം ഉണ്ടാകുവാൻ, ഈ രാജ്യം നിലനിൽക്കുവാൻ മതേതര ജനാധിപത്യം നിലനിർത്തുവാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണം, UDFന് വോട്ട് ചെയ്യണം. എന്തിന്? ഒറ്റ ചോദ്യം, സമയം കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥിക്ക് എന്തിനു വോട്ട് ചെയ്യണം? ഒരുപക്ഷെ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തോമസ് വക്കീലും മാത്രമേ കോൺഗ്രസിൽ ഉണ്ടാകൂ. വടക്കരെ പോലുള്ളവരൊക്കെ മിക്കവാറും BJPയിലായി. അത് നിങ്ങൾ ഈ പറയുന്നത് ശരിയാണോ? ഉള്ളവരെ മുഴുവൻ രാഖിരാമൻ അടിച്ചോണ്ട് പോയിട്ട് കോൺഗ്രസിന്റെ വ്യക്താവാണ് പറയുന്നത് കുടുംബാധിപത്യം. ഇന്നലെ കോൺഗ്രസിന് വേണ്ടി വടക്കെന്നും തെക്കെന്നും അടിച്ചോണ്ട് പോവാണ്. ഇന്ത്യയുടെ ഹൃദയപക്ഷത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ സംശുദ്ധമായ ഒരു ഭാരത ഹൃദയം വേണമെങ്കിൽ, ശരീരം വേണമെങ്കിൽ ഹൃദയം മാത്രം ശുദ്ധമായാൽ പോരാ എന്ന് മാത്രമേ കേരളയിൽ നിന്ന് പറയാനുള്ളൂ. രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഇന്ത്യ കണ്ടത്. ഒന്ന് 15 ലക്ഷം രൂപ എല്ലാ അക്കൗണ്ടിലേക്ക് വീഴുന്നു, അത് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് എല്ലാം ശരിയാക്കുന്ന വേറൊരു പാർട്ടി. രണ്ടുപേരും വഞ്ചിച്ചിരിക്കുകയാണ്. 15 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്നുള്ള മുദ്രാവാക്യം, എല്ലാം ശരിയാക്കുമെന്നുള്ള ഇടത് മുദ്രാവാക്യം. ഇടതുപക്ഷം വളരെ വ്യക്തമായി പറയുന്നു കേന്ദ്രത്തിൽ ഇടത് പിന്തുണയുള്ള ഇടത് സ്വാധീനമുള്ള സർക്കാർ വരണമെന്ന്. കോൺഗ്രസ് പറയുന്നു ഭരണമാറ്റം വേണം, പക്ഷേ അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് വേണ്ടത്. നരേന്ദ്രമോദിയുടെ വികസന അജണ്ട തുടരാൻ ഭരണ തുടർച്ച ഉറപ്പാക്കണം എന്ന് BJP NDA നേതാക്കളും പറയുന്നു. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ അവസാനിക്കുന്നില്ല. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. നമസ്കാരം.